ഇന്നത്തെ ഇവിടുത്തെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളാണ് ഇത് കേട്ടോ. പിന്നെ കായും പയറുമാണ് വയ്ക്കുന്നത്. അപ്പോൾ കായ 2 പച്ചക്കായും കുറച്ച് പയറും. അതിവിടെ പറമ്പിൽ നിന്ന് ഉണ്ടായ പയറാണ്. അത് മണിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ആദ്യം തന്നെ ഇടണ്ട. കുറേ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. എന്നിട്ട് വെയിറ്റ് ഇടാണ്ട് കുക്കറിൽ വേവിച്ചു. കുക്കറിൽ ആവി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഞാൻ കല്ലുപ്പാണ് ഇട്ടത്. എന്നിട്ട് പിന്നെ വീണ്ടും അങ്ങനെ അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. ലേശം വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല. നമുക്കത് കാഴ്ചണ നേരത്ത് വറ്റിച്ചെടുത്താൽ മതി. കുഴയാൻ പാടില്ല. അതിന് ഞാൻ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എടുത്ത് ചതച്ചു. പിന്നെ വറ്റൽമുളക് പൊടിച്ച് വെച്ചതാണ്. 5-6 മുളക് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചതാണ്. ഞാനിവിടെ അങ്ങനെ പൊടിച്ച് വെക്കാറില്ല. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ. അതിലേക്ക് ഉള്ളിയിട്ട് അത് ഉള്ളിയും ഈ കുത്തി പൊടിച്ച മുളകും ഒരുമിച്ച് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോഴാണ് അത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുക. എന്നിട്ട് നന്നായിട്ട് മൂക്കണം. മൂത്തില്ലെങ്കിൽ സ്വാദം ഉണ്ടാവില്ല. ഇതിപ്പോൾ എരിവ് കുറവുള്ള കുത്തുമുളകാണെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചുവന്ന മുളക് ഇട്ടില്ല. വേണമെങ്കിൽ കളർ കുറച്ചും കൂടെ വരാനായിട്ട് ചുമന്ന മുളക് പൊടിയൊക്കെ ഇടാം. പക്ഷേ എരിവ് ശ്രദ്ധിക്കണം. എരിവ് കൂടിയാൽ പിന്നെ പ്രശ്നമാവും. അങ്ങനെ കായും പയറും ഉപ്പേരി റെഡിയായി. കായും പയറും ഉപ്പേരി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ മോരുകറിയാണ്. അത് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് മധുരമുള്ള പപ്പായ ആണെങ്കിൽ മോരുകറി നല്ല സ്വാദ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടുത്തെ മരത്തുമ്മ ഉണ്ടായ പപ്പായ തന്നെയാണ്. അപ്പോൾ ഞാൻ പപ്പായ ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ പച്ചമുളക് 2-3 എണ്ണം അരിഞ്ഞിട്ടു, ഉപ്പിട്ടു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം പപ്പായല്ലേ, അത് നികക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി. മുകളിലേക്കൊന്നും നിൽക്കണ്ട, അല്ലെങ്കിൽ വെന്തോടയും. എന്നിട്ട് ഒറ്റ വിസിൽ മതി പപ്പായ. പിന്നെ ഇതിലേക്ക് നാളികേരം അരയ്ക്കണ്ടേ ഒരു കറിയിലേക്ക്. അതിലേക്ക് വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ കുരുമുളക്, പിന്നെ ജീരകം, നല്ല ജീരകം അതിട്ടിട്ട് ആവശ്യത്തിനുള്ള നാളികേരം. ഞാൻ 1 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം എടുത്തിട്ട് വെള്ളം കുറവ് മതി അരയ്ക്കുമ്പോൾ. അപ്പോൾ വെള്ളം കുറവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മോരാണ്, നമ്മൾ മോരല്ല തൈര്, നമ്മൾ മോരുകറിക്ക് വേണ്ടി എടുത്ത് വെച്ച തൈരില്ലേ, അതിൽ നിന്ന് ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. അത് നന്നായിട്ട് നല്ല മഷി പോലെ അരയണം. ഈ മിക്സിയിൽ ഇത്രയ്ക്കേ അരയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിരിക്കണേ. പിന്നെ ഈ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പ് അതിലേക്ക് ചേർക്കുക. അരപ്പ് ചേർത്ത് നന്നായിട്ട് വറ്റി വരണം. വറ്റി വരുമ്പോൾ നമ്മൾ മോര് ചേർത്താൽ മതി. അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും കറി. കുറേ ലൂസ് വേണമെങ്കിൽ പിന്നെ അങ്ങനെ വെള്ളം പോലെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വറ്റി വന്നിട്ട് അതിലേക്ക് മോര് ഒഴിച്ചാൽ മതി. അല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ട് ഉടച്ച് വെച്ചാൽ മതി. പിന്നെ അത് വറുത്തിടാനായിട്ട് വറ്റൽമുളക്, ഉലുവ, പിന്നെ കറിവേപ്പില, കടുക് ഇത് പൊട്ടിച്ച് അതിലൊഴിക്കുക. അപ്പം മോരുകറി റെഡിയായി. പിന്നെ പപ്പടം ചെറുതാക്കി വറുത്തതുണ്ട്. പിന്നെ കോവയ്ക്കുപ്പേരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഉച്ചയൂണ് ഇന്നത്തെ ഗംഭീരമായി. ബൈ.